റെയ്ഡുകളെല്ലാം പൂർത്തിയാക്കി പട്ടായ ബീച്ചിൻ്റെ പ്രധാന ഭാഗത്ത് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ നാട്ടിൽ നിരവധി ബീച്ചുകളുണ്ട്. ഈ ബീച്ചിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി മണൽ പരപ്പുകളുണ്ട്. ഇതാണ് പട്ടായ ബീച്ചിൻ്റെ മണൽ പരപ്പുള്ള ഭാഗം. ഇവിടെയാണ് വിനോദസഞ്ചാരികൾ വിശ്രമത്തിനായി എത്തുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിലും നിരവധി ബീച്ചുകളുണ്ട്. അവിടെയെല്ലാം ഇങ്ങനെയുള്ള മണൽപ്പരപ്പുമുണ്ട്. അതുപോലെ മണൽപ്പരപ്പ് നിറഞ്ഞ് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള ബീച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ഭാഗമുണ്ടല്ലോ, പട്ടായ ബീച്ചിൻ്റെ ആ ഭാഗത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ കടലമ്മ കള്ളി എന്ന് കടലിൻ്റെ തീരത്ത് എഴുതി വയ്ക്കുന്നതിനും കടലിൽ ചാടി കുളിക്കുന്നതിനും സൺബാത്തിനും എല്ലാം ഉള്ള നിരവധി സൗകര്യം ഇവിടെയുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം കടലിൽ ചാടി കുളിച്ച് അവരുടെ കടലുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. വളരെ രസകരമായ ഒരു യാത്രയാണ് ഇതിൽ നമ്മൾ നടക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ നാടൻ ഭക്ഷണങ്ങൾ, തായ്ലൻഡ് ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഈ ബീച്ചിലാണ്. ഇതെല്ലാം ചെറിയ തട്ടുകട പോലെയുള്ള കടകളാണ്. ഇവിടെയെല്ലാം തായ്ലൻഡിലെ പ്രാചീന ഭക്ഷണ രീതികൾ ഇവിടെ എല്ലാം ലഭ്യമാണ്. അതുപോലെ മദ്യവും പരസ്യമായി തന്നെയാണ് ഇവിടെ ഈ പെട്ടിക്കടകളിൽ വെച്ച് വിൽപ്പന നടത്തുന്നത്. എക്സൈസിൻ്റെയോ പോലീസിൻ്റെയോ കള്ള് കുടിച്ച് നാലുകാലിൽ തെറി പറഞ്ഞ് നടക്കുന്നവരെയോ ഇവിടെ കാണുവാൻ ആരെയും കണ്ടിട്ടില്ല. ഇതുതന്നെയാണ് ഈ നാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് പച്ചത്തവളയുണ്ട്, ഞണ്ടുണ്ട്, മീനുണ്ട്, ചെമ്മീനുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് വിട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വേറൊരു സൈഡിൽ വിൽപ്പന നടത്തുന്നുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് ഇതിനെല്ലാം 50 ബാത്ത്, 30 ബാത്ത്, അതിൻ്റെ വിലയും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ 150 രൂപയോളം വരും ഈ ഒരു പോർഷൻ മേടിക്കുമ്പോൾ. അവിടെ പെൺകുട്ടികളാണ് ഈ മദ്യമെല്ലാം എടുത്തു തരാൻ വേണ്ടി നിൽക്കുന്നതും ഷോപ്പ് നടത്തുന്നതെല്ലാം സ്ത്രീകളൊക്കെ തന്നെയാണ്. ആരാൻ്റെ കാര്യം നോക്കി ഒരാൾ പോലും വെറുതെ ഇരിക്കുന്നില്ല എന്നതാണ് ഈ നാടിൻ്റെ വിജയമായി ഞാൻ കാണുന്നത്. 3 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പട്ടായ ബീച്ച് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാർക്ക് വിശ്രമിക്കുന്നതിനുള്ള, അവർക്ക് വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള സൗകര്യം ധാരാളം ഈ ബീച്ചിലുണ്ട്. എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം കടലിൽ കുളിച്ചപ്പോൾ ഞാൻ ഇവരുടെ ഭക്ഷണവും ഇവിടുത്തെ ശീതളപാനീയങ്ങളും കുടിച്ചു നോക്കുന്നതിലാണ് താല്പര്യം കാണിച്ചത്. കാരണം കടലിൽ ചാടണമെങ്കിൽ നമുക്ക് ഈ കണ്ണൂർ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നിരവധി സ്ഥലങ്ങളുണ്ട് കടലിൽ ചാടുന്നതിന് വേണ്ടി. ഇവിടെ പോയി ചാടി കുളിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അവരുടെ തായ്ലൻഡിൻ്റെ ഫുഡും അവരുടെ ഭക്ഷണ സംവിധാനങ്ങളും നമ്മൾ കഴിക്കണമെങ്കിൽ ഇത് അവിടെ തന്നെ പോയി നമ്മൾ കഴിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഭക്ഷണപാനീയങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സത്യം പറയാലോ, വളരെ രുചികരമായ ഫുഡാണ് അവരുടെ എല്ലാം. മസാലകളെല്ലാം വളരെ കുറച്ച്, മുളക് പോലെയുള്ള ഒരു സാധനവും അവരുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കാറില്ല. മസാലയൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ പോലും വളരെ രുചികരമായ ഭക്ഷണമാണ് അവരുടേത്. ഒരു സോസും ആ കൂട്ടത്തിൽ ഒരു പൊടിയും എല്ലാം കൂട്ടിയിട്ടാണ് അവർ തരുന്നത്. പൊടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അത് വാങ്ങി കഴിക്കുവാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാവും. ഇത് മീൻ അരച്ച് അത് ഫ്രൈ ചെയ്ത് സ്ലൈസ് ചെയ്തതാണ്. ഇത് ഞണ്ടിൻ്റെ ഒരു പോർഷനാണ്. ഞണ്ട് എടുത്തത് അരച്ച് അതും ഒരു സ്റ്റിക്കിലാക്കി നമ്മുടെ ലോലിപോപ്പ് പോലെ ഫ്രൈ ചെയ്ത് തരുന്നതാണ്. വൃത്തിയുടെ കാര്യത്തിലും നമ്പർ 1 ആണ് ഇവർ. തരുന്ന പാത്രങ്ങളും അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലവും വളരെ വൃത്തിയോടെയാണ് ഇവർ സൂക്ഷിക്കുന്നത്. അതുപോലെ ഈ കടലിൻ്റെ തീരം, നമ്മുടെ എല്ലാം കടൽ തീരത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ കാല് കുത്താൻ ചിലപ്പോൾ അറച്ചു പോകുന്ന കാഴ്ചകൾ നമ്മുടെ നാട്ടിലുള്ള ബീച്ചുകളിൽ കാണാറുണ്ട്. മലമൂത്ര വിസർജനം നടത്തുന്നതും കൊച്ചുകുട്ടിയുള്ള സ്നഗി മുതൽ ബിയർ ബോട്ടിൽ തുടങ്ങി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ ബീച്ചുകളിൽ കാണുന്നത് ബിയർ കുപ്പികളാണ്. ഒരു 10 വർഷത്തിനിടയിലാണ് ഈ ബിയർ കുപ്പികൾ ഇത്രത്തോളം നമ്മുടെ ബീച്ചുകളിൽ കൊണ്ടിടുവാൻ തുടങ്ങിയത്. അത് പലതും ബീച്ചിൻ്റെ സൈഡിലുള്ള കല്ലിൽ എറിഞ്ഞു പൊട്ടിച്ച രീതിയിലാണുള്ളത്. ഇവിടെ അങ്ങനെ ഒരു ഇവരുടെ പരിസരം വൃത്തികേടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഇവിടെ ആരും നടത്തുന്നില്ല. തായ്ലൻഡിലെ ജനങ്ങൾ അവർ ആർജിച്ചെടുത്ത ഒരു വലിയൊരു നേട്ടമാണ് പരിസര ശുചീകരണം എന്ന് പറയുന്നത്. അത് കാണുമ്പോൾ നമ്മളും അവരെ അനുകരിക്കാൻ വേണ്ടി തയ്യാറാവും. നമ്മളും വലിച്ചെറിയാൻ തയ്യാറാകാറില്ല. അവിടെയെല്ലാം
വേസ്റ്റ് ഇടുന്നതിന് വേണ്ടിയുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇത് എത്ര ആൾക്കാരാണ് ഈ കടലിലൂടെ നടക്കുന്നതെന്ന് നോക്കുക. നമ്മുടെയൊക്കെ നാട്ടിലെ കടലിലൂടെ ഇങ്ങനെ മണലിൽ നടക്കുമ്പോൾ ബിയർ കുപ്പികളെല്ലാം പല സ്ഥലത്തും കാണാറുണ്ട്. പല പല മാലിന്യങ്ങളും വന്ന് അടിഞ്ഞു കിടക്കാറുണ്ട്. ഈ പുഴയിലൂടെയെല്ലാം ഒഴുകി വരുന്നത് കടലിലെത്തുന്നു. അത് കടൽ കരയ്ക്കേക്ക് തന്നെ അടിച്ചു കയറ്റുന്നു. ഇവിടെ ഇതെല്ലാം വൃത്തിയാക്കുന്നതിന് വേണ്ടി ആൾക്കാരുണ്ട്. അഥവാ ഏതെങ്കിലും ഒരു മാലിന്യം വന്ന് വീണിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ എടുത്തു മാറ്റുന്നുണ്ട്. ഇതൊരു ഇംഗ്ലീഷ് പൗരനാണ്, അമേരിക്കക്കാരനാണ് ഇദ്ദേഹത്തിൻ്റെ മെഷീൻ ഉപയോഗിച്ച് ഈ യൂട്യൂബിലെല്ലാം നിധി തപ്പിപ്പിടിക്കുന്ന ഒരു മെഷീൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരു മെഷീനാണിത്. ഇദ്ദേഹം ഈ കടൽ തീരത്ത് വന്നടിഞ്ഞിരിക്കുന്ന ആണി പോലെയുള്ള ലോഹത്തിൻ്റെ വസ്തുക്കൾ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് അദ്ദേഹം കണ്ടെത്തി അത് കുഴിച്ചെടുത്ത് മാറ്റുകയാണ്. ഞങ്ങൾ വീഡിയോ പിടിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മാറി നിന്നു. ഒരു രസികനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി തുടരുകയാണ്. ഞങ്ങളോട് പണം ആവശ്യപ്പെട്ടു. തമാശയ്ക്കാണ്. ഇങ്ങനെ ഇവിടെ വന്ന് വീഴുന്ന ഈ കപ്പലിൽ നിന്ന് ബോട്ടിൽ നിന്ന് എല്ലാം അഴിഞ്ഞു വീഴുന്ന ആ മെറ്റലിൻ്റെ കഷ്ണങ്ങൾ, നെട്ട് ബോൾട്ട് തുടങ്ങിയവ മനുഷ്യരുടെ കാലിൽ കൊള്ളുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് അദ്ദേഹം കണ്ടെത്തി അവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുകയാണ്. പട്ടായ ബീച്ചിലെ സന്ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി പോവുകയാണ്. ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവിടെയുള്ളൊരു ക്ഷേത്രം സന്ദർശിക്കുന്നു. തുടർന്ന് ടെർമിനൽ 21 എന്ന് പറയുന്ന ഒരു വലിയൊരു ഷോപ്പിംഗ് മാളിലേക്കാണ് പോകുന്നത്. ആ വീഡിയോ ഇതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.